ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ പങ്ക് എന്ത് എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം. മണിയെയും ബാലമുരുകനെയും ഒരുമിച്ചിരുത്തി SITയുടെ നിർണായകമായ ചോദ്യം ചെയ്യൽ ഇഞ്ചക്കലിൽ പുരോഗമിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ADGP H. വെങ്കടേഷ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയിരുന്നു. ഇന്ന് രാവിലെ 10:15 മണി എത്തിയത് അഭിഭാഷകർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഒപ്പമാണ്. ആനന്ദദർശൻ വിവരങ്ങൾ വേണ്ട. അനന്തൻ, അന്നത്തെ മണിയുടെ പ്രതികരണമുണ്ട്. തന്നെ നിരപരാധിയാണ്, തനിക്കിതിലൊന്നും പങ്കില്ല എന്ന്. പക്ഷേ ചോദ്യം ചെയ്യലിന് എത്തിയിരിക്കുകയാണ്. ബാലമുരുകൻ, ഈ നമ്പർ എടുത്ത് നൽകിയ ബാലമുരുകനെയും ഒക്കെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ്. എന്തെങ്കിലും കൃത്യമായി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അത് SITയുടെ മുന്നിൽ ഏറെക്കുറെ വെളിപ്പെടും അല്ലേ? ദിവിഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മറ്റൊരു നിർണായകമായ നടപടി നടക്കുന്നത് SIT ഇഞ്ചക്കൽ ഓഫീസിലാണ്. അവിടെ പ്രധാനപ്പെട്ട 3 പേരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. രാവിലെ മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യലാണ്, ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഈ രമേശ് ചെന്നിത്തലയും വിദേശ വ്യവസായിയും നൽകിയ വിവരമനുസരിച്ച് കണ്ടെത്തിയ ഡിണ്ടിഗലിൽ നിന്നുള്ള മണി, ഡി മണി എന്ന് കരുതുന്ന MS മണി, അയാളുടെ കൂട്ടുകാരൻ ബാലമുരുകൻ, ഇവരുടെ കൂട്ടാളി ശ്രീകൃഷ്ണൻ, ഈ 3 പേരുടെ മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യലാണ് അവിടെ നടക്കുന്നത്. രാവിലെ തന്നെ 3 പേരും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായി. അഭിഭാഷകർക്കും കുടുംബാംഗങ്ങൾക്കും ഒന്നിച്ചാണ് ഇവർ എത്തിയത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഡി മണിയെ ചോദ്യം ചെയ്തു. അതിനുശേഷം ADGP H. വെങ്കടേഷും ആ ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തു. 1 മണിക്കൂറോളം അദ്ദേഹവും ചോദ്യം ചെയ്യലിനൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് ബാലമുരുകനെ മാത്രമായി ചോദ്യം ചെയ്തു. ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട SITക്ക് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയും വ്യവസായിയും നൽകിയ വിവരം ശരിവെക്കുന്നതാണോ എന്നുള്ള സംശയമാണ് ഈ മണിക്കൂറുകളിൽ ബലപ്പെടുന്നത്. കാരണം ഇത്രയും സമയം കഴിഞ്ഞിട്ടും അവരെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് ദൂരീകരണമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ ഇതുവരെ വിട്ടയച്ചിട്ടില്ല. അവരെ വിട്ടയക്കാത്ത സമയം അവർ ചോദ്യമുനയിലാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ അവരുടെ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും വ്യവസായം നൽകിയ വിവരം ശരിയാണ് എന്ന ഘട്ടത്തിലേക്ക് അത് മാറുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വലിയ വഴിത്തിരിവ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ ആകാംക്ഷാഭരിതമാണ്. എന്താണ് ഡി മണിയുടെ കാര്യത്തിൽ SIT എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.